ബാംഗ്ലൂർ മോക്ക് അഡ്മിഷൻ ആയി കേട്ടു. പള്ളി വെച്ച് കണ്ടപ്പോഴേ നമ്മുടെ അവറാച്ചൻ എന്നോട് പറഞ്ഞു ഇതുപോലെ അച്ഛൻ്റെ മോക്ക് ബാംഗ്ലൂർ അഡ്മിഷൻ ആയി എന്നൊക്കെ. വിടുന്നതിന് മുന്നേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും അറിഞ്ഞിട്ടാണോ ഈ അഡ്മിഷനൊക്കെ പോയി എടുക്കാൻ തീരുമാനിക്കുന്നത്? അവിടെ മൊത്തം കഞ്ചാവാ എൻ്റെ അച്ചായ. അച്ഛൻ ഇതൊന്നും അറിയത്തില്ലേ? പത്രത്തിലൊക്കെ ഡെയിലി വരുന്നതല്ലേ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ LKG പഠിക്കുന്ന പിള്ളേർ കഞ്ചാവാന്നേ. അയ്യോ അച്ഛൻ ഇതൊന്നും അറിയാനിട്ടാണ്. അത് തന്നെയല്ല അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ആൺപിള്ളേരും പെൺപിള്ളേരും അടുത്ത ഇടപഴകി ഉള്ളൊരു പോക്കൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതാണോ അച്ചായ? പിന്നൊരു കാര്യം, പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. നമുക്കറിയാവുന്നതല്ലേ, ഈ നമ്മൾ ഈ പറയുന്ന പോലെ മുള്ളു വന്നല്ലേ വീണാലും എല്ലാം വന്ന് മുള്ള വീണാലും നാക്ക് പോയി നാക്കേ പോത്തുള്ളൂ. പിന്നെ അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ അച്ഛൻ ആലോചിച്ചോ, സുധാകരന്റെ മോടെ കല്യാണം മുടങ്ങിയത് എന്തുകൊണ്ടാ? മോളെ ബാംഗ്ലൂർ വിട്ടേക്കുമായിരുന്നു. അവിടെ ചെക്കന്മാരുടെ ഒക്കെ കറങ്ങി അടച്ച് നടക്കുന്നത് കൊണ്ടാണ് കല്യാണം നടക്കാത്തതെന്നാണ് പറയുന്നത്. അവർക്ക് നമുക്കറിയത്തില്ലല്ലോ, മൊത്തം പോക്കാണ്. അവിടെ വിട്ട് നശിച്ചു. ബാംഗ്ലൂർ പോയതാണോ കല്യാണം പോലും നടക്കത്തില്ല. അച്ഛൻ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമ്മുടെ കൊച്ച ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറയുന്നതാ. പിന്നെ എനിക്ക് അച്ഛൻ്റെ കൊച്ചു എൻ്റെ കൊച്ചിനെ പോലെയോ ഞാൻ അത്ര ചിന്തിച്ചുള്ളൂ. ബാംഗ്ലൂർ വിടാനേ പാടില്ല, ആ കുട്ടികളെ വിടാൻ പാടില്ല, ഒട്ടും വിടാൻ പാടില്ല. ഇങ്ങനെ ഇറക്കം കുറഞ്ഞ തുണിയൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നടക്കുമെന്നേ നമുക്കിതൊന്നും താഴെ എടുക്കാനും പറ്റത്തില്ല. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈവിട്ട് പോയി. ഇത്രയോ കോളേജുകൾ ഇടാം. ഇവിടെ പരിസരത്ത് എന്തോരം കോളേജുകളാണ് ഉള്ളത്. എന്തിനാ പുറത്തോട്ട് വിടുന്നത്? ഇവിടെ അങ്ങനെ നമ്മുടെ ബസ് കയറി പോയി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ പിള്ളേർ ചെയ്യുന്നതെന്ന്. ഒരു കണ്ണകലത്തിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പോയിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു കേട്ടോ, അച്ഛൻ തീരുമാനിച്ചാൽ മതി. എനിക്കൊരു കൊച്ചുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കോളേജുകൾ ഇല്ലാഞ്ഞിട്ടാണ് അച്ഛൻ ബാംഗ്ലൂരിലൊക്കെ വിടുന്നത്. അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്. എങ്ങാനും പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അച്ഛായ? അച്ഛൻ്റെ ഒരു യുക്തിക്കനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. നമുക്ക് നോക്കണമല്ലോ, നമുക്ക് വളം വരുന്ന പെൺകൊച്ചാണ്. അവർക്കൊരു കല്യാണം നോക്കുമ്പോൾ ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചെക്കൻ വരുമോ കേട്ടാ? അച്ഛനാണ് പറയും ബാംഗ്ലൂർക്ക് ആണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് അച്ഛനോട് ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പറഞ്ഞതേ ഉള്ളൂ. ബാംഗ്ലൂർക്ക് അഡ്മിഷൻ ആയി കേട്ടല്ലോ. ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ? കേട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല കോളേജ്. ശരി മോളെ. ശരി അച്ഛാ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഞാൻ അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് കൊച്ചിന്റെ ഒരു ഭാവിയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. ബാക്കി അച്ഛൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം കേട്ടോ.